ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സൺസ്ക്രീൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് ട്രൈ ചെയ്തു. അവർക്ക് ഒരുപാട് സംശയങ്ങൾ, സൺസ്ക്രീൻ്റെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇനി അതിൻ്റെ താഴെ വന്ന കമൻസ് ആണ് ബെസ്റ്റ് മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കുറേ നോക്കിയതിന് ശേഷം 13 ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെയിനായിട്ട് 4 സ്കിൻ ടൈപ്പാണ് ഉള്ളത്. ഈ സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. ഈ 4 സ്കിന്നുകാർക്കും ഒരേ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മൾ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഈ 4 സ്കിന്നിനും 4 ടൈപ്പിലായിരിക്കും, 4 പലതരം ബ്രാൻഡ്സും ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമുക്ക് സ്യൂട്ട് ആവുന്നത്. അപ്പൊ അങ്ങനെ സ്യൂട്ട് ആവുന്നത് ഏത് തരം ബ്രാൻഡ്സ് ആണ്, ഏത് തരം ഇൻഗ്രീഡിയൻസ് ആണ്, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇറിറ്റൻസിൽ നിന്നും പൊള്യൂട്ടൻസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, മെയിൻ ഒരു ബാരിയർ ആയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ കളർ, അതായത് പിഗ്മെന്റേഷൻ മാറി സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടും. അത് ആന്റി ഏജിങ് ആണ്. നമുക്ക് മെലാസ്മയൊക്കെ വരുന്നതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ അതൊക്കെ ഈ ഒരു സിമ്പിൾ ആയിട്ടൊരു മോയ്സ്ചറൈസർ, നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് മറന്ന് എപ്പോഴും ഒരു യൂത്ത്ഫുൾ ആയിട്ടിരിക്കും. അതായത് എപ്പോഴും നല്ലൊരു മോയ്സ്ചർ, ആ ഒരു കണ്ടന്റ് എപ്പോഴും ഫേസിൽ നിൽക്കും, നല്ല ഫ്രഷ് ലുക്ക് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. പക്ഷെ അത് പ്രോപ്പർ രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് പറ്റുന്ന മാത്രമേ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് ആ ഒരു പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തിൽ കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 13 മോയ്സ്ചറൈസിങ് ക്രീം ഞാനിവിടെ പറയുന്നുണ്ട്. ആദ്യം പറയാൻ പോകുന്നത് ന്യൂട്രിഡെർമിൻ്റെ ആണ്. ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ന്യൂട്രിഡെർമിൻ്റെ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ റിച്ച് ആണ്, അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിന്, എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് സൂപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വൈറ്റമിൻ ഇ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പല ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ലിസ്റ്റിൽ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഇ ഒരു ഫുൾ പാക്കാണ് ഈ ഒരു ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞാൽ. അത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഡോക്ടർ ഷീത്തിൻ്റെ സെറാമേഡും പിന്നെ ഒരു ഹാലറോണിക്കും ഉണ്ട്. അത് രണ്ടും നല്ലതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് വൈറ്റമിൻ സി ആണ്, നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് വെക്കും, നല്ല ഫ്രഷ് ആയിട്ട് വെക്കും, സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഡോക്ടർ ഷീത്തിൻ്റെ. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഷീത്തിൻ്റെ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു ഡീസൻറ്റ് മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഉള്ളതിൻ്റെ പോൺസിൻ്റെ ജെൽ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ്. അത് എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി മോയ്സ്ചറൈസർ ആണ് ഓയിലി സ്കിന്നുകാർക്ക്. പക്ഷേ ഡ്രൈ സ്കിന്നിന് എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഓയിലി സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. എന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീരയാണ്. ഡോട്ട് ആൻഡ് കീര ഹൈലറോണിക് ആസിഡ് ഉള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അടിപൊളിയാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഓയിലി സ്കിന്നായിരിക്കും, കുറച്ച് നാൾ ഡ്രൈ സ്കിന്നായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അടിപൊളി ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണിത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരു അടിപൊളിയായിട്ട് തോന്നിയാണ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. സൂപ്പറാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക്, സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ സൂപ്പറാണ്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കുറച്ച് കീക്കി ആവുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ആർക്ക്, ഡ്രൈ സ്കിന്നുകാർക്ക് സൂപ്പറാണ്. പിന്നെ ഉള്ളത് വെച്ചാൽ നിവിയയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. നിവിയയുടെ മോയ്സ്ചറൈസറും ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. പക്ഷെ ഒരു ഓയിലി സ്കിന്നിനോ സെൻസിറ്റീവ് സ്കിന്നിനോ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ, ഒരു അഫോർഡബിൾ ബ്രാൻഡ് തന്നെയാണ്. ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ മോയ്സ്ചറൈസർ. അടിപൊളിയാണ് കേട്ടോ. കാരണം അത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ആക്നി അങ്ങനെ അല്ലെങ്കിൽ ആക്നി റിലേറ്റഡ് പോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ അടിപൊളിയായിട്ടൊരു ബാരിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് അരോമ മാജിക് ആണ്. അരോമ മാജിക്കിന്റെ ഈ ഒരു മോയ്സ്ചറൈസറും സൂപ്പറാണ്, എക്സ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഇവർക്ക് രണ്ടുപേർക്കും, ഈ ഒരു രണ്ട് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് സൂപ്പറായിട്ട് വർക്ക് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒന്നാണ് ഇൻഡസ് വാലിയിലെ ഒരു ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ. ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും,
നല്ലൊരു സ്കിൻ ബാരിയർ ആയിരിക്കും, സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കും, അടിപൊളി റിസൾട്ട് ആണ്. ഇതൊക്കെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരുപാട് ഹാഷ് കെമിക്കൽസ് ഒന്നുമില്ല, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ജെല്ലും അത് സൂപ്പർ ആണ് കേട്ടോ. അത് എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയാണ്. അതായത് എക്സ്പെഷ്യലി നമ്മളൊരു ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഈ 4 പേർക്കും ഒരുപോലെ വർക്ക് ആവുന്നതാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ജെല്ല്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അതും അടിപൊളിയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കാണിക്കാം. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെനൂസേരയും സെറാവേരയും ആണ്. അടിപൊളിയാണ്. അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് സൂപ്പർ റിസൾട്ട് ആണ്. കാരണം എനിക്ക് എല്ലാ മോയ്സ്ചറൈസറും അങ്ങനെ വർക്ക് ആവില്ല, കാരണം എനിക്ക് ചെറിയ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം യൂസ് ചെയ്യുന്ന സെറാവേര മോയ്സ്ചറൈസറും അതുപോലെ വെനൂസ ഞാൻ ഏകദേശം ഒരു 4 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറാവേര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കുറച്ചധികം നാളായിട്ട് സെറാവേ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് രണ്ട് എന്തായാലും നിങ്ങൾ വാങ്ങി വെച്ചോ, സൂപ്പർ റിസൾട്ടാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു മേക്കപ്പിന്റെ അണ്ടറിൽ ഇടാനാണെങ്കിലും നോർമലായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനാണെങ്കിലും ഒക്കെ സൂപ്പറാണ്. അധികം കേട്ടിട്ടില്ല അത് ക്ലിനിക്കോ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു ടൈറ്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് എല്ലാം ഡിസ്പ്ലേ ആവും. അതായത് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ടാഗിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫേഴ്സ് ഇല്ലാത്തതാണ്, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാലും മതി, ഒരേ റേറ്റ് ആണല്ലോ. ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ ഈ 13 മോയ്സ്ചറൈസർ സൂപ്പർ മോയ്സ്ചറൈസർ ആണ്, അടിപൊളിയാണ്. ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 110 കമൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിന്നർ ആരാന്ന് നോക്കാം. ഓക്കെ, നന്ദനയാണ് വിന്നർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ വിന്നറിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത വീഡിയോയിൽ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.